നമസ്കാരം. എല്ലാ ദൂരദർശൻ പ്രേക്ഷകർക്കും ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം. ചില കുട്ടികൾ പഠിക്കാൻ മിടുക്കരായിരിക്കാം. അവർ പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തുന്നവരുമായിരിക്കാം. പക്ഷേ ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് എഴുത്ത്, വായന, കണക്ക് എന്നിവയുടെ കാര്യത്തിൽ അവർ അല്പം പിന്നോട്ട് പോകുന്ന അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ചില ബുദ്ധിമുട്ടുകളെ നമുക്ക് പഠന വൈകല്യം എന്ന് പറയാം. ഈ പഠന വൈകല്യം നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒന്ന് തന്നെയാണ്. ഇന്ന് ആരോഗ്യ ഭാരതം ചർച്ച ചെയ്യുന്നത് കുട്ടികളിലെ പഠന വൈകല്യങ്ങളെക്കുറിച്ചാണ്. ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെന്റൽ ഹെൽത്ത് സെന്ററിലെ ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനീഷാണ്. ഡോക്ടർ, ആരോഗ്യപരത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ, കുട്ടികളുണ്ടാകുന്ന പഠന വൈകല്യങ്ങൾ പ്രധാനമായും എന്തൊക്കെ പഠന വൈകല്യങ്ങളാണ് പൊതുവെ കാണപ്പെടുന്നത്? നമ്മൾ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി പഠനത്തിൽ പുറകിലോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ കാരണങ്ങൾ ചിലപ്പോൾ ശ്രദ്ധക്കുറവ് കൊണ്ടായിരിക്കാം, ചിലപ്പം ഓർമ്മക്കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബുദ്ധിക്കുറവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ താല്പര്യക്കുറവുണ്ടായിരിക്കാം. പക്ഷെ ഇതൊന്നും അല്ലെങ്കിലും ഇതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ തന്നെ പഠന വൈകല്യങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ അവന് ശരിയായ രീതിയിൽ അവൻ്റെ ക്ലാസ്സിൽ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഈ പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മാർക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുക മാത്രമല്ല, അത് ഓർത്തു വെച്ച് അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ, ആൻസർ പേപ്പറിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് നല്ല ഓർമ്മയുണ്ട്, നല്ല ബുദ്ധിയുണ്ടെങ്കിൽ കൂടി തന്നെ ഈ പഠന വൈകല്യം ഉണ്ടെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഡിംഗ് ഡിസോർഡർ, ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് റീഡിംഗ് ഡിസബിലിറ്റിയാണ്, ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. 80% പഠന വൈകല്യങ്ങളും റീഡിംഗ് ഡിസോർഡറാണ്. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് കാര്യങ്ങൾ ടീച്ചർ പറയുന്നത് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്, കേൾക്കുന്നതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ രജിസ്റ്റേർഡ് ആവുന്നുണ്ട്, അത് അവർക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഇത് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ശരിയായിട്ട് മനസ്സിനകത്ത് കയറുന്നില്ല. അതേപോലെ റൈറ്റിംഗ് ഡിസോർഡർ ആണെങ്കിൽ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കും, ടീച്ചർ പറയുന്ന മനസ്സിലാക്കും, പക്ഷേ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസറായിട്ട് എഴുതുന്ന സമയത്ത് അത് അവർക്ക് ശരിയായ രീതിയിൽ എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാറ്റഗറീസ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി ആണുള്ളത്. റീഡിംഗ് ഡിസോർഡർ, റൈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്, അരിത്മെറ്റിക് ഡിസോർഡർ ഉണ്ട്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ആൾക്കാർക്ക് ഇത് മനസ്സിലാകാതെ ഇത്തരം കുട്ടികളെ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ ബുദ്ധിക്കുറവുള്ള കുട്ടികൾ എന്നുള്ള രീതിയിൽ അവർ ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അസുഖം ഉള്ളതിൻ്റെ പ്രാധാന്യം അതാണ്. അവർക്ക് ശരിയായ രീതിയിലുള്ള ഒരു കോച്ചിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ശരിയായ രീതിയിലുള്ള ഒരു ട്രെയിനിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കാര്യത്തിന് അവർക്ക് മനസ്സിലാക്കി മുന്നോട്ട് വരാൻ പറ്റും. ഈ പഠന വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, രക്ഷകർത്താക്കൾ ഉണ്ടാകുന്ന ഒരു വ്യാകുലത. എന്റെ മകൻ ശരിയായ രീതിയിലാണ് പഠിക്കുന്നത്, അവൻ എന്തെങ്കിലും ഒരു ബുദ്ധി കുറവുണ്ടോ എന്നുള്ളൊരു തോന്നല് സാധാരണ രക്ഷകർത്താക്കൾ ഉണ്ടാകാം. ഇങ്ങനെ ഈ ഒരു ആകുലപ്പെടേണ്ട ആവശ്യമുണ്ടോ? അതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കാരണങ്ങൾ കാണാൻ വേണ്ടി പറ്റുമോ കുട്ടികളിൽ? അതെ, നമ്മളിപ്പം പഠിത്തത്തിൽ പുറകിലോട്ട് പോവുകയാണ്, മാർക്ക് പുറകിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ സംഭവിക്കുന്നത്, ഇപ്പം എല്ലാ രക്ഷകർത്താക്കൾക്കും ഒരു ആദ്യം ഉണ്ടാവും, എൻ്റെ മകൻ കുറച്ച് പഠിക്കാൻ മോശമാണ്. പക്ഷേ അങ്ങനെ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ക്ലാസ് ആവറേജ് എടുക്കുകയാണ്. ഇപ്പം സാധാരണ രീതിയിൽ ക്ലാസ്സിൽ നിന്ന് മാർക്കിൻ്റെ കൂടെ തന്നെ ബാക്കി ഉള്ള വിദ്യാർത്ഥികളുടെ ഒരു നിലവാരത്തിൻ്റെ മാർക്കും കൂടി വരും, ബാക്കി ക്ലാസ് ആവറേജും കൂടി വരുന്നുണ്ട്. അപ്പം ആ ക്ലാസ് ആവറേജിൽ നിന്ന് ഒരു 10%, 20% പുറകിലോട്ടാണെങ്കിലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതിൽ കുറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് വറീഡ് ആവണം, കൺസേൺഡ് ആവണം. ഒരുപക്ഷെ അത് ബുദ്ധി കുറയുന്നത് കൊണ്ടായിരിക്കാം, IQ കുറയുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പഠന വൈകല്യങ്ങൾ കൊണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കാണും ആ മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു ആവറേജ്, ക്ലാസ് ആവറേജിൽ വിദ്യാർത്ഥിയുടെ മാർക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ഈ ഒരു ബുദ്ധിക്കുറവ്, ശ്രദ്ധക്കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നത്? എങ്ങനെ അത് രക്ഷകർത്താവിന് തിരിച്ചറിയാൻ വേണ്ടി പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ക്ലാസ്സിലെ പെർഫോമൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സിലെ മാർക്ക് പുറകിലോട്ട് വരാനുള്ള പല കാരണങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധക്കുറവുണ്ടാകാം, ബുദ്ധിക്കുറവുണ്ടാകാം, ഓർമ്മക്കുറവുണ്ടാകാം, താല്പര്യക്കുറവുണ്ടാകാം, ഈ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാകും, പല കാരണങ്ങളുണ്ടാകും. അപ്പോൾ ഈ ശ്രദ്ധക്കുറവെന്നാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊരു കാര്യം നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കണം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മ ഉണ്ടാകാനായിട്ട് നമുക്ക് കാര്യങ്ങൾ രജിസ്റ്റേർഡ് ആകണം. വായിക്കുന്ന കാര്യം അല്ലെങ്കിൽ ടീച്ചർ പറയുന്ന കാര്യം നമ്മുടെ ഓർമ്മയിൽ കയറണം. അപ്പോൾ രജിസ്ട്രേഷനുള്ള പ്രോസസ്സ് നല്ല ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഒരു ശ്രദ്ധ ഇല്ലാതിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ പുള്ളിക്ക് രജിസ്റ്റേർഡ് ആകത്തില്ല. അപ്പോൾ ശ്രദ്ധക്കുറവ് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ADHD പോലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സിൽ ശ്രദ്ധ കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഒരുപാട് ആക്റ്റീവായിരിക്കും, ക്ലാസ്സിൽ അടങ്ങി ഒതുങ്ങിയിരിക്കത്തില്ല, എപ്പോഴും ചെറിയ ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ പുറത്തോട്ട് നോക്കുക, ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും. ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ആൻസർ പറയാൻ കൈവെക്കും, പക്ഷേ കുട്ടി ചിലപ്പോൾ ഒന്നും അറിയുന്നുണ്ടാകത്തില്ല. ലൈൻ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ലൈനിൽ നിന്ന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, എപ്പോഴും ഒരു വെറുപ്പ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അറ്റൻഷൻ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ADHD എന്നുള്ളൊരു
അസുഖം ഉള്ളവർക്കും ഈ പറഞ്ഞ പോലെ ശരിയായ രീതിയിൽ ക്ലാസ്സിൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അറ്റൻഷൻ വേണം, നല്ലൊരു ഓർമ്മ നമുക്ക് ഉണ്ടാകാനായിട്ട്. പലപ്പോഴും കേൾക്കുന്ന ഒന്നാണ് IQ എന്ന് പറയുന്ന സംഭവം, ബുദ്ധി നിലവാരം. ഈ ഒരു IQ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു ആവശ്യകതയൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. പലതും പറയും IQ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, കാരണം ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. പണ്ട് കാലത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൂടുതൽ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു IQ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യകതയെ പറ്റി എന്താണ് ഡോക്ടറിന്റെ അഭിപ്രായം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ മാർക്ക് ക്ലാസ് ആവറേജുമായിട്ട് കമ്പയർ ചെയ്യണം. ഇപ്പോൾ ക്ലാസ് ആവറേജുമായിട്ട് ഇവന്റെ മാർക്ക് അതിന് കുറച്ച് മുകളിലോ താഴെയോ ആണെങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യമില്ല. പക്ഷേ നേരെ മറിച്ച് ക്ലാസ് ആവറേജിനോട് നല്ല താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ IQ പരിശോധിക്കണം. കാരണം IQ എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് കോഷ്യന്റ് ആണ്. അതായത് ഒരാളുടെ ബുദ്ധിയുടെ നിലവാരമാണ് നമ്മൾ അളക്കുന്നത്. സൈക്കോളജിസ്റ്റ് IQ അസസ് ചെയ്തിട്ട് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ ബുദ്ധി നിലവാരം മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്താണ് ആ പ്രായത്തിലുള്ള മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് IQ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ IQ നല്ല കുറവിലാണ്, നല്ല ലോ ആണ്. അതേപോലെ മാർക്കിലും ലോ ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ബുദ്ധി കുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബുദ്ധി കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവന് ക്ലാസ്സിൽ മറ്റു കുട്ടികളെ പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ നല്ല IQ ഉണ്ട്, IQ നോർമലാണ്, ഈവൻ 100ന് മുകളിൽ IQ ഉള്ള കുട്ടിയാണ്, പക്ഷേ പഠിത്തത്തിൽ അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് ഈ IQ പരിശോധിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ആരോഗ്യഭാരതത്തിൽ ഇപ്പോൾ ഒരു കോളർ ഉണ്ട്. നമസ്കാരം, ആരോഗ്യഭാരതത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ പള്ളിപ്പുറത്തുനിന്ന് വത്സ ഗോപിനാഥാണ് വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. ഹലോ. നമസ്കാരം. എന്റെ മോന് 16 വയസ്സായി. അതെ. 10ാം ക്ലാസ് കഴിഞ്ഞ് എപ്പോഴും ആള് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. വീട്ടില് അങ്ങനെ ഉഴപ്പണമൊന്നുമില്ല. പക്ഷെ അതനുസരിച്ചുള്ള മാർക്ക് വരുന്നില്ല. പുസ്തകം എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് ഉടനെ ഉറക്കം വരും. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയുന്നത്. അത് ഒരുപക്ഷെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇപ്പം പഠിക്കുന്നതിന് ശ്രദ്ധക്കുറവ് മാത്രം പോരാ, ബുദ്ധി വേണം, അതേപോലെ താല്പര്യവും വേണം. ഇപ്പം താല്പര്യക്കുറവ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് അന്വേഷിക്കണം. ഇപ്പം സാധാരണ ഇപ്പൊ താല്പര്യം ഇല്ലാത്ത വിഷയം പഠിക്കുന്നതുകൊണ്ടാണ് പുള്ളിക്ക് ഉറക്കം പെട്ടെന്ന് വരുന്നത്. എല്ലാ വിഷയം അങ്ങനെ, ഏത് വിഷയം ഇപ്പൊ പുസ്തകം എടുത്തോ വേറെ എന്ത് TV ഒന്നും കണ്ടോണ്ടിരുന്ന ഉറക്കം വരില്ല. എത്ര മണി വരെ വേണേലും ഇരിക്കും. അതെ, 1 മണി 2 മണി വരെ വേണമെങ്കിൽ ഇരുന്നോളൂ. പുസ്തകം എടുത്ത 8 മണിയാകുമ്പോ പുസ്തകം എടുത്താൽ പെട്ടെന്ന് ഉറക്കം വരും പുള്ളിക്ക്. അത് എന്തുകൊണ്ടാണെന്ന്, മനഃപൂർവ്വം ഉറങ്ങുന്നതാണ്, അതിന് ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്? ഇല്ല, ബുദ്ധിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു താല്പര്യക്കുറവ് ഉണ്ടാകണമെന്നില്ല. ഇപ്പം നിങ്ങൾ പറയുന്ന വെച്ചിട്ട് അവന് താല്പര്യക്കുറവ്, ആ ഒരു വിഷയത്തിൽ താല്പര്യം ഇല്ലാതെ അവൻ ഉറങ്ങുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവന് ഉറക്കം വരുന്നുണ്ട്. വിഷാദമൊക്കെ ആണെങ്കിൽ, വേറെ എന്തെങ്കിലും മനസ്സിന് പ്രശ്നമുള്ളതാണെങ്കിൽ നമുക്ക് ഉറക്കമൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല. തൈറോയിഡ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യിച്ചായിരുന്നു. അതെ, അപ്പൊ അതിന് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അതെ. അപ്പൊ പിന്നെ വേറെ അതിന് താല്പര്യക്കുറവുണ്ടെന്നുള്ള കാര്യമാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ താല്പര്യം വേറെ എന്തെങ്കിലും രീതിയിൽ പഠിക്കണം. ചില ആൾക്കാർക്ക് ഇപ്പം മ്യൂസിക്കായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പം കാര്യങ്ങൾ വേറെ ചാർട്ടൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ താല്പര്യമുണ്ട്. അല്ലെങ്കിൽ വേറെ അനിമേഷൻ, ഇപ്പം ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പഠിക്കാനായിട്ട് താല്പര്യമുണ്ട്. അപ്പം ഓരോരുത്തരുടെയും ഒരു ഇൻട്രസ്റ്റ് കൂട്ടാവുന്ന അവന്റെ ഒരു അഭിരുചി അനുസരിച്ച് അവന്റെ പഠിത്തത്തിനെ നമ്മൾ ചേഞ്ച് ചെയ്താൽ ചിലപ്പോൾ പ്രയോജനപ്പെടും. ഓക്കെ മാഡം, ആരോഗ്യഭാരതത്തിലേക്ക് വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, ചില കുട്ടികൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഉറങ്ങിക്കളയും, അല്ലെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം പഠിക്കാതിരിക്കുക, ഒരു ഉഴപ്പ്, ക്ലാസ്സിൽ എങ്ങനെയെങ്കിലും ക്ലാസ് കട്ട് ചെയ്ത് പുറത്ത് സിനിമയ്ക്ക് പോകാനുള്ള അവസ്ഥ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും ചെന്നിരിക്കുക, ഇങ്ങനെയുള്ള ആക്ടിവിറ്റി സ്വയം തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന അവസ്ഥയിൽ ഇവരെങ്ങനെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി പറ്റും? ഇവർക്ക് ഈ ബുദ്ധിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടാണോ, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ, അതോ മനഃപൂർവ്വം ഇവർ ചെയ്യുന്നതാണോ? ഇല്ല, സാധാരണ രീതിയിൽ ഇവർക്ക് ബുദ്ധി കൂടുതലായിരിക്കും. ബുദ്ധിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മൾ സാധാരണ കണ്ടുവരുന്ന പ്രവണത എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് കട്ട് ചെയ്യുക, ഇപ്പം വേറെ എന്തെങ്കിലും കൂട്ടുകെട്ടൊക്കെ ഉണ്ടാകുക, അവരുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുക, പക്ഷേ വീട്ടുകാർ അറിയുന്നില്ല. അവസാനം വീട്ടിൽ ചിലപ്പോൾ ടീച്ചർമാർ വീട്ടിൽ അയക്കുന്ന എഴുത്തൊക്കെ ഇവർ തന്നെ ആയിരിക്കും ചിലപ്പോൾ റിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഒരു സ്വഭാവ വൈകൃതമുള്ള കുട്ടികളുണ്ട്. ഇപ്പോൾ കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയുന്ന പോലെ അവർക്ക് എപ്പോഴും ഒരു ചിട്ടയായിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ നോംസ് അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ചീത്ത കൂട്ടുകെട്ട്, ഒരുപാട് ലഹരി ഉപയോഗിക്കുക, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. പക്ഷെ അവർക്ക് ബുദ്ധിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകില്ല. ബുദ്ധി ചിലപ്പം സാധാരണ ബുദ്ധി തന്നെയായിരിക്കും, പക്ഷേ ഈ താല്പര്യക്കുറവാണ്. ഈ ഒരു താല്പര്യക്കുറവിന്റെ കാര്യത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു കോളർ ഉണ്ട്. ആരോഗ്യഭാരതത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തുളസിയാണ്. ഓക്കെ മാഡം, ഡോക്ടറോട് എന്റെ മകള് 7ാം സ്റ്റാൻഡേർഡ്. ചോദിച്ചോളൂ. ഡോക്ടറല്ലേ? പറയൂ മാഡം. നമസ്കാരം ഡോക്ടർ. എന്റെ മോള് 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. നേരത്തെ പഠിക്കാനൊക്കെ നല്ല മിടുക്കിയായിരുന്നു. പക്ഷെ ഇപ്പം ഒത്തിരി താഴെയല്ല, എന്നാലും കുറച്ച്.
മാഡത്തിന്റെ ഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. നേരത്തെ പഠിക്കാൻ മിടുക്കിയായിരുന്നു, ഇപ്പോൾ പഠിക്കാനുള്ള കുറവെന്നുള്ളതാണ്. അതെ, അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ബാക്ക്വേർഡ്നെസ് നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കും. ഇപ്പം ഒരു സ്കൂൾ ചേഞ്ച് ചെയ്തു, ഒരു ഫ്രണ്ട്സിനെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാസ് മാറി, അതൊക്കെ ഒരു ചില ആൾക്കാർക്ക് ഒരു സ്ട്രെസ്സറാണ്. അല്ലെങ്കിൽ ഇപ്പം വേറെ സ്കൂളിൽ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ സ്ട്രെസ്സേഴ്സ് എന്ന് പറയുന്നത് ആൻസൈറ്റി കൂടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ പോലുള്ള സ്റ്റീറോയിഡ് ഹോർമോൺസ് റിലീസാവും നമ്മളെപ്പം സ്ട്രെസ്ഡ് ആണെങ്കിലും. അപ്പോൾ കുട്ടികൾ ഒരുപക്ഷെ എപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് അവരുടെ ബോഡിയിലും ഈ ഒരു കോർട്ടിസോൾ സ്റ്റീറോയിഡ് ഹോർമോൺസ് ഒരുപാട് ഉണ്ടെങ്കിൽ അത് അവരുടെ ഒരു കോൺസെൻട്രേഷനെയും അവരുടെ നോർമൽ ബ്രെയിൻ ഡെവലപ്മെന്റിനെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം സ്ട്രെസ്സേഴ്സ് എന്തെങ്കിലും റീസെന്റ് ആയിട്ട്, ഇപ്പം മാഡം പറഞ്ഞത് റീസെന്റ് ആയിട്ട് ഒരു ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും പണ്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു, അവന്റെ വളർച്ചയൊക്കെ നോർമലായിരുന്നു, വേറെ ക്ലാസ്സിലും മാർക്കിലൊന്നും പുറകിലോട്ട് വന്നില്ല. പക്ഷേ 7ാം ക്ലാസ് എത്തിയപ്പോഴത്തേക്കും എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്തെങ്കിലും സ്ട്രെസ്സേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, പുതിയ ക്ലാസ്സുകളിലും മാറിയതാണോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നത്. എന്താണ് ഒരു കൗൺസിലിംഗോ അങ്ങനെ എന്തെങ്കിലും ഡോക്ടറെ കാണേണ്ട ആവശ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ആണ്. ഇപ്പോൾ ഒരു നേരത്തെ 80% മാർക്ക് കിട്ടി, ഇപ്പം പക്ഷേ ക്ലാസ് ആവറേജിനേക്കാളും താഴെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ട് എന്താണ് ബുദ്ധിമുട്ടെന്ന് കണ്ടുപിടിച്ച് അത് പറഞ്ഞിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ടെലിഫോണിൽ ബന്ധപ്പെട്ട മാഡം ഒരു കൗൺസിലിംഗിലൂടെ ഒരു ഡോക്ടറെ കണ്ട് ഒരു ഇതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. നേരത്തെ പൂർണ്ണമായിട്ട് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഡോക്ടർ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന്റെ കാര്യം, ഈ ചില ആൾക്കാർ ചില കാര്യങ്ങൾ, ചില കുട്ടികൾ ചില രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന അവസ്ഥ, ഇവർ ഈ പഠിത്ത കാര്യത്തിൽ അല്ലാത്ത കാര്യങ്ങളിലും ഉഴപ്പി നടന്നാലും ചില കാര്യങ്ങളിൽ അവർ വളരെയധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പം ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന കാര്യത്തിലായിരുന്നാലും അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിം കളിക്കുന്ന കാര്യത്തിലായിരുന്നാലും. അപ്പം അങ്ങനെയുള്ള രക്ഷകർത്താക്കൾ ആ മേഖലയിൽ കുട്ടിയെ കൂടുതൽ ആ രീതിയിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രൊമോട്ട് ചെയ്യുന്നതാണോ നല്ലത്, അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മേഖലകളിലും കൂടി ആ കുട്ടിയെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്? അത് വളരെ നല്ല ചോദ്യമാണ്. കാരണം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അത് പല ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയ നമ്മുടെ ഒരു ഓർഗനാണ്. അപ്പോഴത്തേക്കും പക്ഷേ നമ്മൾ നിർഭാഗ്യവശാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കുട്ടികളെ താരതമ്യപ്പെടുത്തുന്നത് അവരുടെ ഓർമ്മശക്തി എത്രത്തോളം ഓർമ്മിച്ച് വയ്ക്കും. ഇപ്പോൾ പുതിയ എൻട്രൻസ് രീതി ആയാലും എത്രത്തോളം നമ്മൾ ഓർത്തു വയ്ക്കുന്നു, എത്രത്തോളം റിട്ടേൺ ചെയ്യുന്നു, എത്രത്തോളം പേപ്പറിൽ വരുന്നു എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒരു ബുദ്ധി എന്ന് പറഞ്ഞാൽ, ഒരു ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ മാത്രമല്ല, ഒരു കലാപരമായിട്ടുള്ള കഴിവുള്ളതും ഒരു ഇന്റലിജൻസ് ലെവലാണ്. ഇപ്പോൾ ചില ആൾക്കാർ പഠിത്തത്തിൽ പുറയിലോട്ടായിരിക്കും, പക്ഷെ നല്ല രീതിയിൽ വരയ്ക്കും, അബ്സ്ട്രാക്ട് പെയിന്റിംഗ് ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ സ്കൾപ്ചറിങ് ചെയ്യും. അപ്പോൾ അതും തീർച്ചയായിട്ടും അതും ഒരു ബുദ്ധിയുടെ ഒരു അളവുകോലാണ്. അപ്പോൾ അങ്ങനെ കഴിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ കണ്ടെത്തുകയും അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഏരിയയിൽ അവന് തീർച്ചയായിട്ടും മുന്നോട്ട് വരാൻ വേണ്ടി കഴിയും. ആരോഗ്യഭാരതത്തിൽ ഇപ്പോൾ മറ്റൊരു കോളർ ഉണ്ട്. നമസ്കാരം, ആരോഗ്യഭാരതത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നമസ്കാരം സാർ, ഞാൻ തിരുവനന്തപുരത്ത് മിസ് മോഹനാണ്. മോഹൻ സാർ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ് ഡോക്ടർ. എന്റെ മകന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പറഞ്ഞോളൂ. പുള്ളി ഒരുവിധം പഠനത്തിന് വലിയ കുഴപ്പം കാണുന്നില്ല. പക്ഷെ അയാളുടെ ഒരു പ്രോബ്ലം വെച്ചാൽ രാത്രിയാകുമ്പോൾ ഉറക്കം കിട്ടുന്നില്ല, നല്ലോണം സൗണ്ട് സ്ലീപ്പ് കിട്ടുന്നില്ല. ഒരു 10-10:30-11 മണിയൊക്കെ ആകുമ്പോൾ കിടക്കുമെങ്കിലും ഉറങ്ങുമ്പോഴത്തേക്ക് ഒരു മണി 2 മണി അച്ഛാ ഉറക്കം ശരിയാവുന്നില്ല, ഡിസ്റ്റർബ് ആകുന്നു, തിരിഞ്ഞും പറഞ്ഞും കിടന്ന് പിന്നെ രാവിലെ എഴുന്നേറ്റ് ട്യൂഷനൊക്കെ പോകണം. അങ്ങനെ ടോട്ടലി ഡേ ടൈമിന് കുറച്ചൊരു എന്താ പറയുക, അത് പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. വേണ്ട രീതിയിൽ പുള്ളി ഒരു ടയർഡ് ആവുന്ന പോലെ ഉള്ള അവസ്ഥയുണ്ട്. എത്ര മണിക്കൂർ ഉറങ്ങാൻ പറ്റുന്നുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 മണിക്കൂർ പോലും കറക്റ്റായിട്ട് ഉറങ്ങാം. രാവിലെ 5 മണിക്ക് കഴിഞ്ഞിട്ട് ട്യൂഷനൊക്കെ പോകാൻ വേണ്ടി റെഡിയാവേ. രാത്രി 12 മണി 1 മണിയായാലും ചില സമയത്ത് നോക്കുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. പുള്ളി ഇങ്ങനെ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ എന്താണ് ഒരു 8 തൊട്ട് 10 മണിക്കൂറെങ്കിലും നമ്മൾ ഒരു ആവറേജ് ഒരു ഉറക്കം വേണം, ഒരു ഫുൾ 24 അവേഴ്സില്. ഇപ്പൊ അങ്ങനെ ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഇപ്പം ഈ അടുത്ത കാലത്ത് വല്ല സംഭവിച്ചാണോ കുറച്ച് കാലമായിട്ടുണ്ടോ? ഇത് കുറച്ച് കാലമായിട്ട് വെച്ചാൽ അടുത്ത കഴിഞ്ഞ വർഷം മുതലാണ് ഇത് കണ്ടിന്യൂ. ഇപ്പൊ 8ാം ക്ലാസ്സിലേക്കായി. എന്തെങ്കിലും ടെൻഷനോ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രയാസോ ഉത്കണ്ഠയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രകടമായിട്ട് തോന്നിയിട്ടില്ല. ഇല്ല. പിന്നെ ഈ പറഞ്ഞ ഇപ്പൊ എന്തെങ്കിലും ഉറക്കം കുറയാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം പകൽ കിടന്ന് ഉറങ്ങുകയോ വൈകുന്നേരം ഉറങ്ങുന്നില്ല. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരുന്നില്ല. രാത്രി അങ്ങോട്ട് തിരിഞ്ഞു പറഞ്ഞു കിടന്നാൽ ഉറക്കം വരുന്നില്ല അച്ഛന്ന് പറയും. ഇങ്ങനെ അയാളാണ് ഉറക്കം വരുന്നില്ല, എന്താണ് ഒരു ടെൻഷൻ പോലെ കാണിക്കും, ഒരു അസ്വസ്ഥനാകുന്നു, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ സ്കൂളിലൊക്കെ ചോദിച്ചു, അധ്യാപകരുടെ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല, ഇയാളെ നല്ല വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഈ വേറെ എന്തെങ്കിലും കോഫിയോ അല്ലെങ്കിൽ അതുപോലെ ചായ ഒരുപാട് കുടിക്കുക, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒരുപാട് കുടിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും ശീതളപാനീയം? ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഐസ്ക്രീം ഒക്കെ ഡെയിലി പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡെയിലി കുറെ കഴിക്കും, കുറെ കുപ്പി കഴിക്കും.
അല്ല, അപ്പൊ നമ്മൾ ഈ കോഫി കഫെയിൻ ഉള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ കോഫി, അതുപോലെ കോഫി ഫ്ലേവർഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ്, ഇപ്പം കോഫി ഫ്ലേവർഡ്, ഇപ്പം പല ചോക്ലേറ്റ്സ് പുള്ളിയുടെ വീക്കെന്ന് വെച്ചാൽ ഐസ്ക്രീം, ചോക്ലേറ്റ്സ്, പിന്നെ ഇതാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. അത് ശീതളപാനീയങ്ങളിൽ പലതിലും ഈ കഫീൻ ഉണ്ട്. അത് അവർ എഴുതിയിട്ടുണ്ട്, ബോട്ടിലിന്റെ പുറത്ത് കണ്ടെയ്ൻസ് കഫീൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ അത് സ്റ്റിമുലൻസ് ആണ്, നമ്മുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു രാസപദാർത്ഥമാണ്. അപ്പൊ അങ്ങനത്തെ ഡ്രിങ്ക്സ് കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക. അപ്പൊ അത് കുടിക്കുന്നൊന്നും കുറയ്ക്കാൻ പറഞ്ഞാൽ മതി. വേറെ സ്ട്രെസ്സറൊന്നും ഇല്ലെങ്കിൽ, വേറെ എന്തെങ്കിലും വേറെ സ്കൂളിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് കൂടെ ഒന്ന് അന്വേഷിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് അമിതമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഉറക്കക്കുറവ് വരാറുണ്ട്. കോഫി അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ് കോഫി, കഫീൻ. അത് കഴിയുന്നതും ചെറിയൊരു ഈ ഒരു പഠിക്കുന്ന സമയത്ത് കഴിയുന്നതും അതിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട്, പ്രത്യേകിച്ചും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഓക്കെ, മോഹൻ സാർ ആരോഗ്യ ഭാരതത്തിലേക്ക് വിളിച്ചതിന് വളരെയധികം നന്ദി. അടുത്ത കോളർ ഉണ്ട്. നമസ്കാരം, ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ. ഹലോ. എന്റെ പേര് സുനിത, ഞാൻ കഴക്കൂട്ടത്താണ് താമസിക്കുന്നത്. ഓക്കെ, സുനിത മാഡം ചോദിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ മാഡം. ഹലോ ഡോക്ടർ, എന്റെ മോന് 10th പഠിക്കുന്നത്. അവന് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് എക്സാമിന് ചെല്ലുമ്പോഴത്തേക്കിന് അവനെല്ലാം മറന്നു പോകുന്നു എന്നൊരു പരാതിയാണ് പറയുന്നത്. അപ്പൊ അതിന് എന്താണ് അവന്റെ ബുദ്ധിമുട്ട് എന്ന് എനിക്കറിയില്ല. ഒരുവിധമൊക്കെ നന്നായിട്ട് കുഞ്ഞിലെയൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഒരു ആവറേജ് ആണെന്ന് പറയാം. 10th അല്ലേ? എല്ലാ വിഷയത്തിനും ഉണ്ടോ, ചില വിഷയങ്ങൾക്കാണോ? മാത്സ് സയൻസും ഒന്നും കുഴപ്പമില്ല. ബാക്കി സോഷ്യൽ സ്റ്റഡീസ് അങ്ങനെയുള്ള സബ്ജക്റ്റ് ഒക്കെ പഠിക്കാനാണ് വലിയ പാട്. അവൻ മറന്നു പോകുന്നു, ഫസ്റ്റ് തുടക്കം മറന്നു പോകുന്നു. അതുകൊണ്ട് അവന് എഴുതാൻ കഴിയുന്നില്ല. അതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് മാത്സും സയൻസും നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ഐക്യൂന് വേറെ ബുദ്ധിമുട്ടുണ്ടാകും, ബുദ്ധിക്ക് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ ഈ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡ്രൈ സബ്ജക്റ്റ് ആണ്, അവർക്ക് താല്പര്യമില്ലാത്ത സബ്ജക്റ്റ് ആണ്. അപ്പം അപ്പൊ അതാണ് അവന്റെ പ്രശ്നം. അപ്പം ബുദ്ധിക്ക് കുറവൊന്നുമില്ല, പക്ഷേ ഈ പറഞ്ഞ ലാംഗ്വേജിൽ വരുമ്പോൾ കുറച്ച് വീക്കാണ്. അപ്പം അങ്ങനെ ആ ഒരു സബ്ജക്ട്സിനെ ഒരു സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ അവന് ഉതകുന്ന രീതിയിൽ മോൾഡ് ചെയ്യാനോ ശ്രമിക്കാനായിട്ട് ട്രൈ ചെയ്താൽ പറ്റും. ഇപ്പം ചിലരാണ് ഹിസ്റ്ററി പഠിക്കുന്നത്, ഒരു പ്രത്യേക അവരവർക്ക് തന്നെ അറിയാവുന്ന എന്തെങ്കിലും ഒരു പുതിയ പാറ്റേൺ കണ്ടെത്തി അതനുസരിച്ച് അവന്റെ ആ ഒരു വീക്ക് സബ്ജക്റ്റിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. വേറെ ബുദ്ധിക്കൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല. ഓക്കെ, സുനിത മേഡം ആരോഗ്യ ഭാരതത്തിലേക്ക് വിളിച്ചതിന് വളരെയധികം നന്ദി. ഇപ്പോൾ ഈ മറവിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഓർമ്മ നിൽക്കുന്നില്ല എന്ന് പറയുന്നത്. ഈ ഓർമ്മ കൂട്ടാൻ ഒരുപാട് മരുന്നുകൾ ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് അല്ലാതെ പരസ്യങ്ങളും കാണുന്നുണ്ട്. അങ്ങനെ മരുന്നുകളുണ്ടോ? ഓർമ്മ നിലനിൽക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ബ്രെയിനിന്റെ മെമ്മറി പവർ എന്ന് പറയുന്നത് ഒരു ബ്രെയിനിന്റെ കപ്പാസിറ്റിയാണ്. നമ്മൾ ജനിക്കുന്ന സമയത്ത് ഒരു നമ്പർ എത്ര ന്യൂറോൺസ് ബ്രെയിനിലുണ്ടോ അത് തന്നെയായിരിക്കും ജീവിതകാലം മൊത്തം ഒരു മനുഷ്യനുള്ളത്. കുറച്ച് 2-3 വർഷം വരെ ന്യൂറോണൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. അതിനുശേഷം ബ്രെയിൻ അതേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കിപ്പോൾ ഒരു ബുദ്ധി ഇല്ലാത്തൊരു കുട്ടിയെ മരുന്ന് കൊടുത്ത് അവന്റെ ബ്രെയിനിലെ ന്യൂറോൺസിന്റെ ലെവൽ കൂട്ടാൻ പറ്റത്തില്ല. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ബ്രെയിൻ ഡാമേജ് ഉണ്ടായി, അത് ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ആണ്. അത് നമുക്ക് ഒരു പെർമനന്റ് ഡാമേജ് ആണ്. അതേപോലെ ഒരു കുട്ടിക്ക് ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ജന്നി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും തലയ്ക്ക് അടി പറ്റിയിട്ടോ അല്ലെങ്കിൽ ജന്മനാ തന്നെ ബുദ്ധി വൈകല്യം ഉള്ളവരെ നമുക്ക് മരുന്ന് കൊടുത്ത് അതിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഉള്ള ബുദ്ധി കൊണ്ട് അവന് നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാവുന്ന ഏരിയ കണ്ടെത്തി അതിലവനെ ട്രെയിൻ ചെയ്ത് നല്ല നിലയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. മരുന്നുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് ഒരു വ്യത്യാസം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പഠന നിലവാരത്തിന്റെ കാര്യം ഉയർന്നവരായിരുന്നുണ്ടെന്നുണ്ടെങ്കിലും ചിലർ പറയാറുണ്ട്, ഞാൻ പഠിക്കുന്നത് രാവിലെയാണ് അതുകൊണ്ട് മറക്കാതെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ചില അധ്യാപകർ പറയുന്നുണ്ട് രാവിലെ തന്നെ ട്യൂഷന് വരണം, അങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്. ചില അധ്യാപകർ സയൻസ് ഇന്ത്യയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ പഠിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് സമയമുണ്ടോ? ഇന്ന സമയത്ത് പഠിക്കുന്നത് നല്ലതാണ്, അങ്ങനെ ഒരു ഇതുവല്ലോ ഉണ്ടോ പൊതുവെ? അതായത് ഒരു മെമ്മറി, ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ എക്സാംസ് ഒക്കെ അസസ് ചെയ്യുന്നത് നമ്മുടെ മെമ്മറിയാണ്. മെമ്മറിക്ക് ഓർമ്മയ്ക്ക് 3 പാർട്സ് ഉണ്ട്, 3 ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കേട്ടോ അല്ലെങ്കിൽ വായിക്കുകയോ ചെയ്താൽ അത് നമ്മുടെ മനസ്സിൽ പതിയണം. രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പതിയുക. ആ പതിഞ്ഞ കാര്യം അവിടെ തന്നെ ഇരിക്കണം കുറേ കാലം, പരീക്ഷ വരെയെങ്കിലും അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞിട്ടെങ്കിലും കുറച്ചു കാലം ആ കാര്യം അവിടെ പതിഞ്ഞ കാര്യം അവിടെ തന്നെ ഇരിക്കണം. അതാണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓർത്ത് വെച്ച മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളപ്പം റീകോൾ ചെയ്യാൻ പറ്റണം, പുറത്തു വരണം. അപ്പോൾ ഈ 3 കാര്യങ്ങളുമാണ് ഓർമ്മയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനം ഈ റിട്ടൻഷനാണ്. അപ്പോൾ പലപ്പോഴും ഈ രാവിലെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ രാവിലെ കുറച്ച് നമ്മളെ ഉറങ്ങി എണീച്ച് നമ്മളെ മനസ്സിലെ എല്ലാ ഭാരങ്ങളും മാറി
നമ്മൾ കുറച്ച് ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് വെളിയിലുള്ള ന്യൂസൻസ് ഒന്നും ഇല്ലാതെ പുറത്തുള്ള ഇടപെടലൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ചിലപ്പം രാത്രി ക്ഷീണിച്ച് വരുന്നൊരു കുട്ടി 2-3 പ്രാവശ്യം വായിച്ചാൽ മനസ്സിൽ കയറുന്ന കാര്യം രാവിലെ ചിലപ്പോൾ 1 പ്രാവശ്യം വായിച്ചാൽ മതി. അതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ രാവിലെ വായിക്കുന്നതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കിട്ടും. ഇപ്പോൾ ആരോഗ്യഭാരതത്തിൽ ഒരു കോളർ ഉണ്ട്. നമസ്കാരം, ആരോഗ്യഭാരതത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, കൊല്ലം കുണ്ടറിൽ നിന്ന് ഷാഹിദ ആണ് വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ് മാഡം. ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ് മാഡം, പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ മകന് ഇപ്പൊ 8 വയസ്സായി. അവന് അടങ്ങി ഇപ്പം തന്നെ സ്കൂളിൽ പോയെങ്കിൽ ഈ കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ അടങ്ങി അവന്റെ സീറ്റിൽ ഇരിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു വിഷം. പിന്നെ പഠിത്ത കാര്യത്തിൽ പഠിക്കത്തില്ല. വീട്ടിൽ വന്നാൽ അങ്ങനെ നമ്മൾ ശരിക്കും പ്രസ് ചെയ്യണം. അവൻ്റെ അടുത്ത് ഹോംവർക്ക് എഴുതാനായാലും എന്തിനും പ്രസ് ചെയ്യണം. അപ്പൊ അവൻ ശരിക്ക് സ്ട്രെയിൻ എടുത്തിട്ട് ഞങ്ങൾക്ക് തിരിച്ച് ദേഷിക്കും. ഞാൻ ചെയ്തോളാം, നിങ്ങൾ പറയേണ്ട കാര്യം. 8 വയസ്സേ ആയുള്ളൂ. അങ്ങനെ ഒരു വിഷമം. പിന്നെ അടുക്കും ചിട്ടയും ടെക്സ്റ്റിനൊന്നും ഒരടുക്കും ചിട്ടയും ഇല്ല. നമ്മളുടെ പ്രസ്സിങ്ങില് കുഞ്ഞ് പോകുന്നു വരുന്നു. പിന്നെ അതിന് എന്താണ് ഡോക്ടർ കാരണം? അല്ല, ഈ വെറുതെ എപ്പോഴും ഉള്ളതാണോ ഈ ഒരു അടങ്ങിയിരിക്കാൻ പറ്റാത്തത്? വീട്ടിലും പുറത്തും? അത് തന്നെ, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളോടൊപ്പം ഇരുന്നാൽ തന്നെ അടങ്ങിയിരിക്കത്തില്ല. ഒരു സെക്കൻഡ് അതിനോടൊപ്പം ഇരിക്കത്തില്ല. അതുപോലെ തന്നെ ഉറക്കം എഴുന്നേറ്റാൽ തന്നെ ജസ്റ്റ് ഒരു ചെറിയ എന്തെങ്കിലും ഒരു വീല് പോലുള്ള സാധനം മതി അവനെ ഉരുട്ടിക്കൊണ്ട് നടക്കാൻ. അതുപോലെ വന്നാലും അതുപോലെ തന്നെ, എവിടെ ട്യൂഷനിൽ നിന്ന് വന്നാലും അതുപോലെ തന്നെ. അതിനെന്ത് വേണം ഡോക്ടർ? അതെ, ഈ മറ്റേ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് പെൻസിൽ ബോക്സ് സാധനങ്ങളൊക്കെ നഷ്ടപ്പെടുക, ടെക്സ്റ്റ് കീറിപ്പോവുക. നഷ്ടപ്പെടുന്നുണ്ട്. വേറെ കുട്ടികളുടേത് അവൻ ആരെങ്കിലും തന്നെയാണെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ബോക്സ് നോക്കുമ്പോഴായിരിക്കും നമ്മളിത് കാണുന്നത്. നോട്ട്സ് അതുപോലെ തന്നെ ബോർഡിൽ എഴുതിയിരുന്ന നോട്ട്സ് കറക്റ്റ് ആയിട്ട് എഴുതിക്കൊണ്ട് വരത്തില്ല. സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഉറക്കം എങ്ങനെയുണ്ട്? ഉറക്കമില്ലായ്മയുണ്ട്. വളരെ ഉറക്കക്കുറവുണ്ട്. ഉറങ്ങത്തില്ല കുട്ടി. എത്ര മണിക്കൂർ എന്നാലും എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട്? എത്ര മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം നമ്മൾ ഇവിടുന്ന് ഇപ്പം രാത്രി 11 മണിക്ക് കിടന്നാൽ രാവിലെ ഒരു 7-6:30 ആകുമ്പോൾ എഴുന്നേക്കും. അതുപോലെ തന്നെ ജസ്റ്റ് വെക്കേഷൻ ദിവസങ്ങൾ വീട്ടിൽ നിന്ന് ഒരു കാരണവശാൽ പകല് കിടന്നുറങ്ങത്തില്ല. ഈ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവോ? പെട്ടെന്ന് ചെറിയ കാര്യം മതി പെട്ടെന്ന് ശ്രദ്ധ മാറി? ശ്രദ്ധ മാറുകയും ചെയ്യും. അവന്റെ അടുത്ത് എന്തെങ്കിലും നമ്മളൊന്ന് അല്പം മുറുകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വയലന്റ് ആകുകയും ചെയ്യുകയാണ്. കുറച്ചൊരു ഇമ്പൾസീവ് ആണ്. എടുത്ത് ആലോചിക്കാതെ എടുത്ത് ചാടി പ്രവർത്തിക്കുക. അത് തന്നെ. അതെന്ന് വെച്ചാൽ നമ്മളിപ്പം ചില കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അത് വേറെ ദോഷമൊന്നുമല്ല. ഇപ്പം നമുക്ക് ചില കുട്ടികളുടെ ബ്രെയിൻ അങ്ങനെ ആയിരിക്കും. അവരുടെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടായിരിക്കും അവർ പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ ക്ലാസ്സിലിരിക്കത്തില്ല, പക്ഷേ വെളിയിൽ പ്ലേ ഗ്രൗണ്ടിലൊക്കെ പോകാനും അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. നിസ്സാര കാര്യം മതി അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഇമ്പൾസീവ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒരു ഇതാണ്, ഹൈപ്പർ ആക്ടിവിറ്റി ലക്ഷണമാണ്. അതിന് ഒരു വളരെ സേഫ് ആയിട്ടുള്ള നമുക്ക് കൗൺസിലിംഗ് ചെയ്ത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വിശദമായിട്ട് പരിശോധിച്ച് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഞാനത് പറയാൻ മറന്നു. കഴിഞ്ഞ വർഷം ഇതേ ടൈമിൽ സൈക്യാട്രിസ്റ്റിനെ നമ്മളെ കേശവദാസ് ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഡോക്ടർ ഇങ്ങനെ ടാബ് കണ്ടിന്യൂ കഴിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞ കുട്ടി. അപ്പൊ അതെന്റെ മനസ്സിലൊരു ഫീലിംഗ് ആയതുകൊണ്ട് 3 കോഴ്സ് കൊടുത്തു. പിന്നെ അത് കൊടുത്തില്ല. ഡോക്ടർക്ക് പോയതുമില്ല. കൊടുത്തപ്പം പ്രയോജനം ഉണ്ടായിരുന്നോ? പ്രയോജനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഉറങ്ങി. അയാൾ ക്ലാസ്സിൽ ചെന്നൊക്കെ ഇരുന്ന് ഉറങ്ങിയാണ് കുട്ടി. അതല്ല, നമ്മൾ ഇപ്പം ഇത് ഹൈപ്പർ ആക്ടിവിറ്റിക്ക് ചികിത്സയുണ്ട്. അത് ഹൈപ്പർ ആക്ടിവിറ്റി ചികിത്സ നമ്മൾ ശരിയായ സമയത്ത് കൊടുക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇപ്പം ഈ ശ്രദ്ധക്കുറവെന്നുള്ളത് അവന്റെ പഠിത്തത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പം അതെ, അപ്പൊ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ശരിയായ സമയത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നീട് ആലോചിച്ച് അന്ന് നമ്മൾ മരുന്ന് കൊടുത്താൽ ഒരു പക്ഷേ അവന് കുറച്ചുകൂടി നല്ല മാർക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ ഈ സമയത്ത് രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ നമ്മുടെ ഒരു ബ്രെയിൻ്റെ ഒരു അബ്സ്ട്രാക്ടിങ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി ഫൗണ്ടേഷനാണ് ഈ സമയത്ത് സംഭവിക്കുന്നത്. പിന്നീടുള്ള പഠനമൊക്കെ അതിന്റെ പുറത്ത് ബിൽഡപ്പ് ചെയ്യുന്നതാണ് കുട്ടി. അപ്പൊ ഈ സമയത്തുള്ള ഒരു 10-12 വയസ്സ് വരെ നമ്മുടെ ബ്രെയിനിന്റെ ബേസിക് ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് നമ്മൾ ശരിയായ രീതിയിൽ അവനെ ട്രീറ്റ് ചെയ്യണം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മരുന്ന് കഴിച്ച് എന്തെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ഡോക്ടറിനെ കണ്ടിട്ട് ഡോസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ, കാരണം ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാഡം തന്നെ പറയുന്നുണ്ട്. അപ്പം അതനുസരിച്ച് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം നമ്മൾ.
പിന്നീട് നമ്മൾ ട്രീറ്റ് ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ, നേരത്തെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ഷാഹിദ മാഡം, അപ്പോൾ ആ ഡോക്ടറെ തന്നെ കണ്ട് സ്ഥിതിഗതികൾ വീണ്ടും വിലയിരുത്തേണ്ടതാണ്. ആരോഗ്യഭാരത്തിലേക്ക് വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, ഞാൻ നേരത്തെ ചോദിച്ച കാര്യം, ഓർമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഓർമ്മ കുറവ് പരിഹരിക്കാൻ വേണ്ടി മരുന്നുകളുണ്ടോ? അങ്ങനെ മരുന്നുകളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാമോ? ഇല്ല, അങ്ങനെ മരുന്നുകളൊന്നും തന്നെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ മെമ്മറിക്ക് 3 പാർട്ടുണ്ട്. രജിസ്ട്രേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുശേഷം റിട്ടൻഷനാണ്. നമ്മളൊരു കാര്യം മനസ്സിൽ പതിഞ്ഞാൽ പോരാ, അത് കുറെ കാലം അവിടെ നിൽക്കണം. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഇന്നലെ രാത്രി വായിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒന്ന് എണീച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് ഒന്നും കൂടെ ഒന്ന് റിഹേഴ്സൽ ചെയ്യുക. അപ്പം നമ്മൾ എന്ത് കാര്യത്തിന് നമ്മൾ റിഹേഴ്സൽ ചെയ്താൽ നമ്മുടെ പെർഫോമൻസ് കൂടും. ബ്രെയിനും അത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ആക്ടിംഗ് ആയാലും അല്ലെങ്കിൽ ഒരു ഡാൻസ് ആയാലും എത്ര നല്ല റിഹേഴ്സൽ ചെയ്യും അത്രയും നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. കുട്ടികളുടെ പഠിത്തത്തിലും അത് തന്നെയാണ്. നമ്മൾ ഇന്നലെ രാത്രി ഒരു കാര്യം വായിച്ചു, അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു, അത് രാവിലെ ചെക്ക് ചെയ്താൽ മാത്രമേ അത് അവിടെ കിടക്കത്തുള്ളൂ. അതല്ലാതെ നമ്മൾ വായിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ റൈറ്റ് ചെയ്യുന്നതനുസരിച്ച് ഡിലീറ്റ് ചെയ്ത് പോകുന്ന പോലെ ബ്രെയിനിന്റെ അവിടെ റിട്ടൻഷൻ നടക്കുന്നില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ഏറ്റവും കഴിയുന്നതും റിപ്പീറ്റ് ചെയ്ത് റിഹേഴ്സൽ ചെയ്യാൻ പറയണം കുട്ടികളോട്. ഈ കൊച്ചു കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികൾ സംസാരിക്കാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ അവരുടെ പഠിത്തവുമായി ലേറ്റ് ആയിട്ടാണ് 5 വയസ്സിന് ശേഷമാണ് സംസാരിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ പഠിത്തവുമായിട്ട് പിന്നീട് ബന്ധമുണ്ടാകുന്ന ഒന്നാണ്. എന്തെങ്കിലും പഠിത്തത്തെ ബാധിക്കുമോ? അതെ, ഇപ്പം ഈ സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പം പൊതുവെ നമ്മൾ പറയുന്നത് ഇപ്പം 1 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു ഒരു ബൈ സിലബിൾസോ കുറച്ച് വാക്കുകളൊക്കെ പറയാൻ തുടങ്ങണം. പക്ഷെ പലപ്പോഴും ആൺകുട്ടികളിൽ കുറച്ച് സ്ലോ ലേണേഴ്സ് ആണ്. ആൺകുട്ടികൾ കുറച്ച് താമസിച്ചായിരിക്കും സംസാരിച്ചു തുടങ്ങുക. പക്ഷെ അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു 3 or 4 ഒരു പ്രീ സ്കൂൾ ടൈമിലൊക്കെ ഒരു നഴ്സറി സ്കൂളിൽ പോകുന്ന സമയത്തും അവന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു വ്യാകരണം വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ വിഷമിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഈ സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ അവർക്ക് വേറെ IQ ഒക്കെ നോർമലായിരിക്കും. നമ്മുടെ വാക്കുകളുടെ ഒരു ഉപയോഗവും ബുദ്ധിയും തമ്മിൽ വലിയ കാര്യമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഈ വാക്കുകളൊക്കെ അവരുടെ മനസ്സിൽ കയറ്റുക എന്നുള്ളതാണ്. ഇപ്പം ഒരു ആവറേജിൽ ഒരു 2 തൊട്ട് 5 വയസ്സ് വരെ നമ്മൾ ഓരോ ദിവസവും 20 പുതിയ വാക്കുകൾ പഠിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു കുട്ടി. അപ്പം അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പം വെളിയിൽ കൊണ്ടുപോയി അവന് ഇഷ്ടപ്പെടുന്ന കാര്യത്തിന്റെ കൂടെ ഒരു വാക്ക് പഠിപ്പിക്കുക. ഇപ്പം കുളിപ്പിക്കുന്ന സമയത്ത് സോപ്പ് തേക്കുന്ന സമയത്ത് ഈ സോപ്പ് റെഡ് ആണ്, ദിസ് എ റെഡ് സോപ്പ്, റെഡ് അങ്ങനെ പറഞ്ഞ്, അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ കഴിപ്പിക്കുക 1 വേണോ 2 വേണോ, 1 സ്പൂൺ ബിഗ് സ്പൂൺ വേണോ സ്മോൾ സ്പൂൺ വേണോ, അങ്ങനെ ഓരോ ദിവസവും കഴിയുന്നത് ഒരു പുതിയ വാക്ക് നമ്മൾ അവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ സ്ലോ ലേണേഴ്സുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അത് ഗുണം ചെയ്യും. പഠന വൈകല്യങ്ങൾ എന്ന് പറയുന്നത് വളരെ നീണ്ടു നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഒരുപാട് സംശയങ്ങളും പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും ഉണ്ടാകുന്നതാണ്. ഡോക്ടർ ഇന്ന് കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ എന്ന വിഷയങ്ങളുടെ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നു. ഇക്കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ആരോഗ്യ ഭാരതം ഇവിടെ പൂർണ്ണമാകുന്നു. ഡോക്ടർ വിലയേറിയ സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം.